Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA ആൻഡ് BSc മലയാളത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് 2022-23 വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ആദ്യമായിട്ട് ഡിഗ്രി എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 3 സെക്ഷനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്, ABC. എ സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്ക് വീതമുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ഇവിടെ സീലിംഗ് മാർക്ക് വരുന്നത് 25 മാർക്കാണ്. അതായത് 15 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടണം. പക്ഷേ 25 സീലിംഗ് ആയതുകൊണ്ട് 25 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് സീലിംഗ് മാർക്ക് എന്ന് പറയുന്നത്. ബി സെക്ഷനും ഇതുപോലെ 5 മാർക്ക് വീതമുള്ള 8 ചോദ്യങ്ങളാണുള്ളത്. ഇവിടുത്തെ സീലിംഗ് മാർക്ക് 35 മാർക്കായിരിക്കും. സി സെക്ഷൻ എസ് എ ക്വസ്റ്റ്യൻ്റെ സെക്ഷനാണ്. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സീലിംഗ് മാർക്ക് ഒന്നുമില്ല, ചോയ്സ് ഉണ്ട്. 2 എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യൻസിൽ 2 നിങ്ങൾ എഴുതിയാൽ മതി അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലെല്ലാം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 4th സെം വരെ നിങ്ങൾക്ക് കോമൺ കോഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ക്ലാസ് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇത് 1ാമത്തെ പാർട്ടാണ്. ഇതിൽ 2 മാർക്കിന് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1ാമത്തെ ചോദ്യം, കാർമുകിൽ വർണ്ണന്താനുള്ളിലെ ചിന്തിച്ചാർ. എന്താണ് ചിന്തിച്ചത്? ഈ ചോദ്യത്തിലെ വരികൾ വന്നിരിക്കുന്നത് ചെറുശ്ശേരിയുടെ കാളിയമർദ്ദനം എന്ന കവിതയിൽ നിന്നാണ്. കാളിയൻ്റെ വിഷമേറ്റ് വീണിട്ടുള്ള ഗോക്കളെയും ഗോപകന്മാരെയും കാണുന്ന ശ്രീകൃഷ്ണൻ കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിച്ചില്ലെങ്കിൽ നാളെയും ഈ ഗതി ആവർത്തിക്കും എന്ന് ചിന്തിക്കുകയാണ്. അപ്പം അതാണ് ഇവിടെ വരുന്നത്. 2ാമത്തെ ചോദ്യം, കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന അലങ്കാരങ്ങൾ ഏതെല്ലാം? ഉത്തരം ഉപമ, ഉൽപ്രേക്ഷ, രൂപകം. 3ാമത്തെ ചോദ്യം, പൂന്താനം നമ്പൂതിരിയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജ്ഞാനപ്പാന, സന്താനഗോപാലം, ഭാഷാകർണാമൃതം. 4ാമത്തെ ചോദ്യം, കിളിപ്പാട്ടു പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? കിളിപ്പാട്ടു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്നു എന്നതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ സങ്കല്പം. കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നിവയാണ് കിളിപ്പാട്ടു വൃത്തങ്ങൾ. 5ാമത്തെ ചോദ്യം, മലയാള കവിതാ സാഹിത്യ ചരിത്രം ആരുടെ കൃതിയാണ്? ഉത്തരം ഡോക്ടർ M. ലീലാവതി. 6ാമത്തെ ചോദ്യം, വടക്കൻ പാട്ടുകളിലെ പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം പുത്തൂരം പാട്ടുകൾ, തച്ചോളിപ്പാട്ടുകൾ, ഒറ്റപ്പാട്ടുകൾ. 7ാമത്തെ ചോദ്യം, ബല്ലാരിക്കുടനെ ഞാൻ വരാം ഒട്ടുവഴിയുണ്ടോ? വല്ലികൾക്കവിടേക്ക് വരാൻ പാടുണ്ടോ? ആരുടെ വാക്കുകൾ? സന്ദർഭം ഏത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന മാപ്പിളപ്പാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് ആരുടെ വാക്കുകൾ എന്നൊരു ചോദ്യമുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് മറിയക്കുട്ടിയാണ്. അതായത് തന്നെക്കുറിച്ച് കേട്ട അപവാദങ്ങൾ തെറ്റാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മറിയക്കുട്ടി ഭർത്താവിനൊരു കത്ത് എഴുതുന്നുണ്ട്. അതാണ് സന്ദർഭം. ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാനുള്ള തീവ്രമായ അഭിലാഷമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. 8ാമത്തെ ചോദ്യം, കുഞ്ചു നായർ അമ്പാടി മനക്കിലെ ആനക്കാരനായത് എങ്ങനെ? ഈ ചോദ്യം വന്നിരിക്കുന്നത് കാരൂർ നീലകണ്ഠപിള്ളയുടെ മോതിരം എന്ന കഥയിൽ നിന്നാണ്. അമ്പാടി മനക്കിലെ തുപ്പൻ തിരുമേനിയുടെ ആനയ്ക്ക് മതമിളകുകയാണ്. അക്രമാസക്തനായ ആനയെ വെടിവെക്കാൻ തീരുമാനിച്ചപ്പോൾ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി കുഞ്ചു നായർ ആനയെ തളയ്ക്കുകയാണ്. അങ്ങനെ തിരുമേനിക്ക് അദ്ദേഹം സ്വീകാര്യനായി തീർന്നു. ഇതിനുള്ള പ്രത്യുപകാരമായിട്ട് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കുഞ്ചുനായർ പറഞ്ഞ മറുപടിയാണ് അമ്പാടി മനക്കിലെ ആനക്കാരനാവണം എന്നത്. 9ാമത്തെ ചോദ്യം, ഡബിൾ ആക്ട് എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? കെ. സരസ്വതി അമ്മയുടെ കഥയാണ് ഡബിൾ ആക്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ സീത, സുധീരൻ നായർ, മിസ് വാസന്തി നായർ, സൗദാമിനി, സൈനബ. 10ാമത്തെ ചോദ്യം, നമ്മുടെ ആങ്ങള ചത്തതിനു ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. സൂചിതമെന്ത്?
ഈ ചോദ്യം വന്നിരിക്കുന്നത് ഉറൂബിൻ്റെ രാച്ചിയമ്മ എന്ന കഥയിൽ നിന്നാണ്. കർക്കശക്കാരിയായ രാച്ചിയമ്മയുടെ സൗഹൃദമായിരുന്നു നമ്മുടെ രാച്ചിയമ്മയും കഥാനായകനും തമ്മിൽ. ആഖ്യാതാവിന് രാച്ചിയമ്മയോട് തോന്നുന്ന അഭിനിവേശം ആ സമയം മരിച്ചുപോയ തൻ്റെ സഹോദരൻ്റെ സ്ഥാനമാണ് നൽകിയത് എന്ന് രാച്ചിയമ്മ വെളിപ്പെടുത്തുകയാണ്. 11ാമത്തെ ചോദ്യം, മക്കൾ അമ്മമാരുടെ ഉടമസ്ഥരാണ് എന്ന് ഏറ്റവും ഉറച്ചു വിശ്വസിക്കുന്നവരിൽ മുമ്പൻ ആര്? സന്ദർഭം എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത് ഗീതാ ഹിരണ്യൻ്റെ ഗരേ ബായ്രെ എന്ന കഥയിൽ നിന്നാണ്. കഥാനായികയായ വീട്ടമ്മയുടെ മകനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തന്നെ കൂടാതെ വിരുന്നു പോയതിലുള്ള ഈർഷ്യ മകൻ അമ്മയോട് പ്രകടിപ്പിക്കുന്നതാണ് സന്ദർഭം. 12ാമത്തെ ചോദ്യം, ഇന്നു മുതൽ നീ മൈഥിലി പരമാണിക്കല്ല മൈഥിലി ഗരാമി. സന്ദർഭം വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് CV ശ്രീരാമൻ്റെ ഒട്ടുചെടി എന്ന കഥയിൽ നിന്നാണ്. CV ശ്രീരാമൻ അഭയാർത്ഥി ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ്. അവിടേക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ കുടുംബം വേണം എന്നതാണ് നിയമം. അവിടേക്ക് വന്നിട്ടുള്ള മൈഥിലി പരിമാണിക്കിനെ കുടുംബം ഇല്ലാത്തത് കൊണ്ട് കുടിയേറി പാർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം മൈഥിലി പരിമാണിക്കിനെയും ബിശ്വേശ്വർ ഗരാമി എന്ന വേറൊരു സുഹൃത്തിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു കുടുംബമാക്കുകയാണ്. അങ്ങനെ കുടിയേറി പാർക്കാൻ അവർക്ക് 2 പേർക്കും അവസരം നൽകുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പറയുന്ന വാക്കുകളാണിവ. 13ാമത്തെ ചോദ്യം, അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ് ആര്? കണ്ട സ്വപ്നം എന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്ന വടക്കൻ പാട്ടിൽ നിന്നാണ്. ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലിമലർ കാവിലെ കൂത്തും അയ്യപ്പൻ കാവിലെ വിളക്കും അവിടേക്ക് പോകുന്ന അയലാളർ പെണ്ണുങ്ങളെയുമാണ് ഉണ്ണിയാർച്ച സ്വപ്നം കണ്ടത്. 14ാമത്തെ ചോദ്യം, പച്ചിരുമ്പിൻ്റെ ആ താഴ് പിടിച്ച് അമ്മ പറഞ്ഞു. എന്താണ് അമ്മ പറഞ്ഞത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് പ്രമോദ് രാമൻ്റെ തന്തത്താഴ് എന്ന കഥയിൽ നിന്നാണ്. അമ്മ പറഞ്ഞത്, ഇതിനൊരച്ഛൻ്റെ ബലമുണ്ട്, ഇതിൻ്റെ പേരാണ് തന്തത്താഴ്. ഗൾഫിലേക്ക് പോയ അമ്മ മക്കളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള താഴാണ് ഇത്. 15ാമത്തെ ചോദ്യം, പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? സന്ദർഭം വിശദമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ നിന്നെടുത്ത ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിൽ നിന്നാണ്. വനവാസത്തിന് പുറപ്പെടുന്ന ശ്രീരാമനെ കണ്ട് ദുഃഖിതരായിട്ടുള്ള പൗരജനങ്ങളുടെ വാക്കാണ് ഇവിടെ പറയുന്നത്. അവർ പരസ്പരം സംസാരിക്കുന്നതാണ് സന്ദർഭം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും അത് കാണുക. പിന്നെ ആർക്കെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ മലയാളത്തിലെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.